വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ജഗദ്ഗുരുവായ ഭഗവാൻ ശ്രീകൃഷ്ണന് നമസ്കാരം. ഭഗവത്ഗീതയിൽ ഭഗവാൻ സാംഖ്യയോഗവും കർമ്മയോഗവും നമുക്ക് ഉപദേശിച്ചു. ഈ ഉപദേശങ്ങളെ നമുക്കൊന്ന് കോർത്തിണക്കി മനസ്സിലാക്കാം. ആദ്യമായി ഭഗവാൻ സാംഖ്യയോഗമായി നമ്മുടെ ഉള്ളിൽ ഓരോരുത്തരുടെ ശരീരത്തിനുള്ളിലും പ്രകാശിക്കുന്ന ജീവാത്മ ചൈതന്യത്തിനെക്കുറിച്ച് പറഞ്ഞു തന്നു. ജീവാത്മ ചൈതന്യം പരമാത്മാവിൻ്റെ അംശമാണ് എന്നും ജീവാത്മാവാണ് ശരീരത്തിന് പ്രാണനും അറിവും കഴിവും തന്ന് പ്രവർത്തിപ്പിക്കുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കി തന്നു. ഇപ്പോൾ ശരീരമാണ് ഞാൻ എന്ന അജ്ഞത വിട്ട് ജീവാത്മാവാണ് ശരീരത്തിനെ പ്രവർത്തിപ്പിക്കുന്നത് എന്നറിഞ്ഞ നാം ഭഗവാൻ, അതായത് ജീവാത്മാവിൽ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ കാര്യങ്ങളെ, നമ്മുടെ കർമ്മങ്ങളെ ചെയ്യാൻ തുടങ്ങണം. ഇതിനെയാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. ഈശ്വരാർപ്പണമായി കർമ്മങ്ങളെ ഒട്ടലില്ലാതെയും നിഷ്കാമമായും ഫലം പ്രതീക്ഷിക്കാതെയും ചെയ്യണം എന്ന് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നു. നമ്മുടെ സ്വധർമ്മത്തിനെ വേണം നാം എപ്പോഴും ചെയ്യാൻ. ഇനി ഈ കർമ്മത്തിൽ നിന്നും ഏത് ഫലമാണ് കിട്ടിയാലും അതിനെ ഈശ്വരപ്രസാദമായി സ്വീകരിക്കാനും പഠിക്കണം. ഭഗവത് പ്രാപ്തിയാണ് ലക്ഷ്യം എന്നുള്ള അറിവോടെ നിഷ്കാമ കർമ്മങ്ങളെ ചെയ്താൽ ഈ നിഷ്കാമകർമ്മം നമ്മെ മുക്തിയിലോട്ട് എത്തിക്കും. തുടർന്ന് ഭഗവാൻ ഗുണങ്ങളെപ്പറ്റി പറഞ്ഞു തരുന്നു. 3 ഗുണങ്ങളാണ് നമുക്ക് പ്രകൃതി തന്നിരിക്കുന്നത്. സത്വ, രജ, തമോ ഗുണങ്ങളാണ്. സത്വം നമ്മെ നന്മയിലോട്ട് ഉയർത്തുന്നു. തമോ ഗുണം അറിവില്ലായ്മയിലോട്ട് താഴ്ത്തുന്നു. രജോ ഗുണം കാമക്രോധാദികൾ കൊണ്ട് നമ്മുടെ മനസ്സിലെ ജ്ഞാനത്തിനെ പൂർണ്ണമായും മറച്ച് നമ്മെ പാപങ്ങളിലോട്ടും തുടർന്ന് നാശത്തിലോട്ടും നയിക്കും. ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ മനസ്സിലെ പ്രേരണയ്ക്കനുസരിച്ച് ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയ വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നതാണ് കർമ്മം. അപ്പോൾ മനസ്സ് ശുദ്ധമാണെങ്കിൽ കർമ്മവും ശുദ്ധമാകും. അതിന് മനോബുദ്ധികളെ ഈശ്വരാർപ്പണമാക്കി കഴിഞ്ഞാൽ മനോബുദ്ധികൾ ജ്ഞാനേന്ദ്രിയങ്ങളെ തെറ്റായ വിഷയങ്ങളിൽ ചെന്ന് പ്രവർത്തിക്കാതെയും തെറ്റായ മാർഗത്തിൽ പോകാതെയും നിയന്ത്രിക്കാൻ തുടങ്ങും. മനസ്സ് ജ്ഞാനേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ കർമ്മേന്ദ്രിയങ്ങളും തനിയെ നിയന്ത്രണത്തിലാകും. അതുകൊണ്ട് മനോബുദ്ധികൾ കൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് വേണം നാം കർമ്മങ്ങൾ ചെയ്യാൻ എന്ന് ഭഗവാൻ പറഞ്ഞു തന്നു. തുടർന്ന് ഭഗവാൻ പറയുകയാണ്, രജോ ഗുണത്തിൽ നിന്നുള്ള കാമക്രോധാദികൾ മനസ്സിൽ പ്രവേശിക്കാതെ ഈശ്വരസ്മരണം കൊണ്ട് കാമക്രോധാദികൾ പ്രവേശിക്കാതെ മനസ്സിനെ ശുദ്ധമാക്കി വെച്ചാൽ നമ്മുടെ ജീവിതം ആത്മീയമായ ഉന്നതിയിൽ ഉയരും. ശുദ്ധമായ മനസ്സ് നമ്മെ ആത്മീയമായി ഉയർത്തും. തുടർന്ന് ഭഗവാൻ പ്രകൃതിയെക്കുറിച്ച് പറഞ്ഞു തരികയാണ്. ഈ പ്രകൃതിയാണ് നമ്മുടെ എല്ലാവരുടെയും അമ്മ. ഈ പ്രകൃതിയിൽ ഭഗവാൻ നമുക്കെല്ലാവർക്കും ആവശ്യമായ പ്രപഞ്ച ഘടകങ്ങളോടും പ്രപഞ്ചദേവന്മാരോടും കൂടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രകൃതി ദേവന്മാരും മറ്റ് ഘടകങ്ങളും സംഘടിതമായി സഹകരണത്തോടെ ലോക നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച് സൃഷ്ടിചക്രമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സദാ സൃഷ്ടിചക്രം അല്ലെങ്കിൽ കർമ്മചക്രം യജ്ഞഭാവത്തോടെ പ്രകൃതിയിൽ നടക്കുന്നത് കൊണ്ടാണ് നമുക്ക് എല്ലാം ഇവിടെ സൂട്ടബിളായി ഇരിക്കുന്നത്. ഈ കർമ്മങ്ങളെ സൃഷ്ടിചക്രത്തിനെ ഭഗവാൻ പരിപാലിച്ച് നിയന്ത്രിച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്നത് കൊണ്ടാണ് പ്രകൃതി എപ്പോഴും നമുക്ക് നന്മയുള്ളതായി തീരുന്നത്. ഭഗവാന്റെ ഈ യജ്ഞഭാവത്തോടെയുള്ള കർമ്മത്തെ
പ്രകൃതി ദേവന്മാരുടെ കർമ്മങ്ങളെ നാമും അറിഞ്ഞുകൊണ്ടും മാനിച്ചുകൊണ്ടും പ്രകൃതിയിലെ ഭാഗമായ നാം ഓരോരുത്തരും ഇതുപോലെ സംഘടിതമായി സഹകരണത്തോടെ മറ്റുള്ളവർക്കും നന്മ ചെയ്യത്തക്കവണ്ണം പ്രവർത്തിക്കണം എന്നുള്ള അറിവ് നാം നേടണം. പ്രകൃതിയിലെ സൂര്യചന്ദ്രാദികളുടെ ഉദയാസ്തമയങ്ങളും കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഒക്കെ ഒരു ക്രമത്തിലാണ് ഭഗവാനാൽ നടത്തപ്പെടുന്നത്. അതുപോലെ നാമും നമ്മുടെ ജീവിതത്തിനെ ചിട്ടയായും ക്രമമായും മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടും ഈശ്വരാർപ്പണമായും പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ നാം നേരായ പാതയിൽ മുന്നോട്ട് പോകാനും അതിലൂടെ മറ്റുള്ളവർക്കും നന്മ വരുത്താനും നമുക്ക് സാധിക്കും. എപ്പോഴും നാം മറ്റുള്ളവരോടും സഹകരണത്തോടെ സംഘടിതമായി സമൂഹ നന്മയെ കൂടെ മാനിച്ചുകൊണ്ട് ഞാൻ എൻ്റേതെന്ന ഭാവം വിട്ട് നാം നമ്മുടേത് എന്ന വിശാലമായ സന്മനസ്സോടുകൂടി എല്ലാവർക്കും നന്മ വരണം എന്നുള്ള മനോഭാവത്തോടുകൂടി യജ്ഞഭാവത്തോടെ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ നമുക്ക് നമ്മുടെ സമൂഹവും നമ്മുടെ രാഷ്ട്രവും തദ്വാര ലോകത്തിന് തന്നെ നന്മയുണ്ടാക്കാൻ സാധിക്കും. അതിന് നാം ഭഗവാന്റെ ഉപദേശങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കാം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ.